വണ്ടിയാണ് 25 രൂപ 25 രൂപ 2002 വണ്ടി നമുക്ക് ഫൈനൽ 85 രൂപ കൊടുക്കാം. ലാസ്റ്റ് വിലയാണ് കേട്ടോ, 85 രൂപ കൊടുക്കാം. ശരി, എത്രയ്ക്ക് കൊടുക്കാം വണ്ടി? 95 രൂപ കൊടുക്കാം ലാസ്റ്റ്. 90,000 രൂപ. ഈ 90 നമുക്ക് ലാസ്റ്റ് ഒരു 1.15 കൊടുക്കാം. 1.15 ഫൈനൽ ഒരു 75 രൂപ കൊടുക്കാം. 75,000 രൂപ. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം വണ്ടി? ഇത് നമുക്കൊരു ഫൈനൽ ഒരു 1.5 കൊടുക്കാം. 1,05,000 രൂപ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള ഇന്നോവ കാർസിലാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ, അപ്പം വില കുറവാണ് പ്രയോറിറ്റിയെങ്കിൽ ഇന്നോവ കാർസിനെ സമീപിക്കുക. അവരുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരാണ്. അതായത് നെടുമങ്ങാട് പനവൂർ. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ആകാൻ വേണ്ടി റാസിനുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ വീഡിയോ ആയിട്ട് കുറച്ച് ദിവസമായില്ലേ? കുറച്ച് ദിവസമായി. ഓക്കെ, അപ്പോൾ ലോൺ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ഏത് വർഷം മുതൽ അവിടെ കൊടുക്കുന്നത്? 12-10 ചെയ്ത് കൊടുക്കും. നല്ല ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വിളിച്ചിട്ടെടുക്കാന്നുള്ള പരാതി മാറ്റണം കേട്ടോ, അത് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ശരി. അപ്പം ഫസ്റ്റ് വണ്ടി എവിടെ നിന്ന് തുടങ്ങാം? ഇത് പറയാം. ആൾട്ടോ 800 2012 വണ്ടി, സിംഗിൾ ഓൺഷിപ്പാണ്. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. 12 വണ്ടി സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ 1,00,000 ആയില്ല. ഓക്കെ, LXI ആണല്ലേ? LXI. LXI വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. പവർ വിൻഡോ ഉണ്ട്. പവർ വിൻഡോ ഉണ്ട് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, മാറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. AC എല്ലാം AC വർക്കിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. ഒറ്റ ഓൺഷിപ്പ് വണ്ടിയാണ് കേട്ടോ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ശരി, എത്രയ്ക്ക് കൊടുക്കാം വണ്ടി? 95 രൂപ കൊടുക്കാം ലാസ്റ്റ്. അപ്പോൾ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ചെറിയ ആപാദം എന്തെങ്കിലും കാണുമല്ലേ? ഓട്ടിക്കാനൊന്നും വേറെ കുഴപ്പമില്ല. എഞ്ചിൻ സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എഞ്ചിൻ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. എഞ്ചിന് അങ്ങനെയുള്ള വിഷയമില്ല, അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കേട്ടോ. എഞ്ചിനും AC പവർ സ്റ്റിയറിംഗ് അതെല്ലാം വർക്കിംഗ്. ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ ടച്ചും പോളിഷും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടോ, പെയിന്റിങ്ങിന്റെ ഇതൊക്കെ വേണമോ ആ രീതിക്ക് ചെയ്യാം. 95 രൂപ കൊടുക്കാം. 1.25-1.30 ലോൺ കയറും. പക്ഷേ ലോൺ കൊടുക്കില്ല, 95 പേയ്മെന്റ് കൊടുക്കുള്ളൂ കേട്ടോ. റെഡി ക്യാഷ്. കാര്യം ഇത് നമുക്ക് പെട്ടെന്ന് ഫണ്ട് തിരിച്ചിറക്കാളാ. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 2012 വണ്ടി 90,000 രൂപ കൊടുക്കാം. സിംഗിൾ ഓൺ വണ്ടിയാ. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800. ഇത് 2002 വണ്ടിയാ. 27 വരെ പേപ്പറുണ്ട്. വണ്ടി കൊള്ളാം, വണ്ടി കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. മീഡിയം കണ്ടീഷനാണ്, ഹൈ ക്വാളിറ്റി അല്ലേ. മീഡിയം കണ്ടീഷൻ. ഇടത്തരം കാർബറേറ്റർ വണ്ടിയല്ലേ? കാർബറേറ്റർ വണ്ടി. ടൈപ്പ് 3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി കൊള്ളാം, ബോഡി പാച്ച് വർക്ക് ഇല്ല. ബോഡിക്ക് നന്നായിരിക്കണം, ബോഡി പാച്ച് വർക്ക് കാര്യമില്ല. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും. പെയിന്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ, ചെറിയ പെയിന്റിംഗ് ഉണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വാഷ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി നല്ല ടിപ്പാവും. ഈ കാണുന്ന ക്വാളിറ്റി ഉള്ളൂ. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൊക്കെ സീറ്റ് വർക്ക് ഡാമേജ് ഉണ്ട്. എടുത്ത് പഠിക്കാനൊക്കെ ആ കണ്ടീഷനിൽ നോക്കാം അല്ലേ? അതൊക്കെ നോക്കാം. വലിയ പക്കാ കണ്ടീഷനായിട്ട് ആരും നോക്കണ്ട, ഒരു മീഡിയം വണ്ടി. അപ്പോൾ എടുത്ത് പഠിക്കാൻ വണ്ടിയാണ്. 25 രൂപ. 2002 വണ്ടിയല്ലേ? 2002. അപ്പോൾ അടുത്ത വണ്ടി എസ്റ്റിലോ 2009 വണ്ടി കേട്ടോ. 2029 വരെ പേപ്പറുണ്ട്. ടെസ്റ്റ് പുതിയ ടെസ്റ്റാണ്. 29 പേപ്പറുണ്ട്. പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ പറഞ്ഞ വണ്ടി. ടയറൊക്കെ പുതിയതുണ്ട്. ടയറൊക്കെ പുതിയുണ്ട്. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ പറഞ്ഞ വണ്ടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ സാധനം മാറിയില്ല, ഗ്ലാസ് ഉൾപ്പെടെ മാറിയിട്ടില്ല. ചെറിയ ഡെന്റ് കാര്യങ്ങളൊക്കെ ഓക്കെ. ടയർ കണ്ടീഷൻ നാലും കുഴപ്പമില്ല. പിന്നെ ഒരു സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ അത് ചെറിയൊരു സീറ്റ് അടിക്കേണ്ടി വരും അല്ലേ? ചെറിയ അഴുക്കുണ്ട്. അത് അഴുക്ക് എടുക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. AC 2 ഡോർ പവർ വിൻഡോ അല്ലേ? LXI അല്ലേ? LXI. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? കേട്ടില്ല. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്. നിലവിൽ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? ഇതൊരു 69,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. 69,000 രൂപ കൊടുക്കാം. 2009 വണ്ടിയാണ്. 29 വരെ പേപ്പറുണ്ട്. നല്ല റീപ്ലേസ് ഒന്നുമില്ല. ഇതിൽ നിലവിൽ ഒരു വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. എഞ്ചിനെല്ലാം പക്കയാണ്, വേറെ ഒരു പ്രശ്നം. വേണമെങ്കിൽ ഒരു മെക്കാനിക് ഉണ്ടെന്ന് കാണിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി നാനോ 2014 വണ്ടി. 40,000 കിലോമീറ്റർ. രണ്ടാമത്തെ മൂന്നാമത്തെ ഓണറാണ് കേട്ടോ. 40,000 കിലോമീറ്റർ. വണ്ടി നല്ല കണ്ടീഷനാണ്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഒരു 1500 രൂപയ്ക്കകത്തുള്ള വർക്കേ വരുള്ളൂ. ടച്ചപ്പ് ചെയ്യാനല്ലേ? ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല? ഇല്ല, വണ്ടിയെല്ലാം പക്ക. അത് വിത്ത് ഗ്യാരണ്ടിയോടെ കൊടുക്കാം. ഓക്കെ. വണ്ടിയുടെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്. ഈ കണ്ണ് ക്വാളിറ്റി ഉണ്ട്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബിൽഡ് സെറ്റ്. ഇതുവരെ പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണോ? ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല. പവർ സ്റ്റിയറിംഗ് ഇല്ല. AC മാത്രമേ ഉള്ളൂ. AC പവർ വിൻഡോ ഇൻബിൽഡ് സെറ്റ്. ഒന്ന് LX ഇറങ്ങിയ ടോപ്പിന്റെ മോഡൽ. അപ്പോൾ എങ്ങനെ വില വരുന്നത്? ഇത് നമുക്കൊരു ഫൈനൽ ഒരു 57 രൂപ കൊടുക്കാം. 57. 2014 വണ്ടി. 2014 വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 2007 വണ്ടിയാ. 27 വരെ പേപ്പറുണ്ട്. നമ്പർ കാണിച്ചു നോക്കുക കേട്ടോ, കറക്റ്റ് അടിച്ചൊക്കെ നോക്കി പറഞ്ഞവർക്ക്. 27 വരെ പേപ്പറുണ്ട്. LX AC നല്ല വർക്കിംഗ് ആണ്. സിംഗിൾ ഓൺ വണ്ടി, ഒറ്റ ഓണർഷിപ്പ് വണ്ടി. LX ആണ്. AC മാത്രമേ ഉള്ളൂ? AC മാത്രമേ ഉള്ളൂ. സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്.
ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ബോഡി. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കേട്ടില്ല. എഞ്ചിൻ കണ്ടീഷൻ എഞ്ചിൻ അങ്ങനെയുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. AC വർക്കിംഗ് ആണ്. ക്ലച്ച് ചെറിയ പെയിന്റിംഗ് ഇഷ്യൂന്റെ പ്രശ്നമുണ്ട്. എന്നിട്ട് ടച്ചപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്യാളൊക്കെ ചെയ്യണം. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ഉണ്ട്. ഓക്കെ. ഒറ്റ ഓണർഷിപ്പ് ആട്ടോ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ കാരണം ബോഡിയുടെ ചെറിയ ഇഷ്യൂസ് ചെറിയ മേജർ 10,000-2,000 രൂപ ഇതൊക്കെ ചെയ്തെടുക്കാം. തന്നാൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാം. അതാ ഫൈനൽ 65 രൂപ. 65 രൂപ. അപ്പോൾ അടുത്ത വണ്ടി ഇയോൺ 2015 വണ്ടി കേട്ടോ. 2015 സിംഗിൾ ഓണർഷിപ്പ് ഓടിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 120 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്ലസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഡിലീറ്റ് ആണോ? ഡിലൈറ്റ് ആണോ? ഡിലൈറ്റ് പ്ലസ്. ഓക്കെ. ചെറിയ ഡെൻ്റൊക്കെ ഉണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. വൃത്തിയാക്കി എടുക്കണം വണ്ടി. ചെറിയ വൃത്തിയാക്കി എടുക്കാണ്ട്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. സീറ്റ് വർക്ക് ആവറേജ് ആണ്. AC വർക്ക് ചെയ്യാണല്ലോ ബ്രോ? AC വർക്കിംഗ് ആണ്. കുറച്ച് വർക്കിംഗ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക വണ്ടി? ഇത് നമുക്കൊരു 120 കൊടുക്കാം. 2015 വണ്ടിയാണ്. 2015 120. 120 കൊടുക്കാം. വേണമെങ്കിൽ ലോൺ കയറുമല്ലേ? ലോണ് അങ്ങനെ അങ്ങോട്ടും കൂടെ പൈസ കിട്ടും. 2015 വണ്ടിയല്ലേ? 15 കുറച്ച് പൈസ കയ്യിലും കിട്ടും അല്ലേ? വണ്ടി കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. 2015 വണ്ടി 120. അപ്പോൾ അടുത്ത വണ്ടി 2011 ബീറ്റ് ആണ്. വണ്ടി നല്ല കണ്ടീഷനാണ്, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. 11 വണ്ടിയാ? 11 വണ്ടിയാ? 11 വണ്ടി. ഓക്കെ. വണ്ടിയിൽ നിന്ന് വാഷ് ചെയ്യണം. വണ്ടികളെല്ലാം വാഷ് ചെയ്യണം. ഓക്കെ. 11 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? രണ്ടാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 1,00,000 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഇല്ല, എഞ്ചിനൊക്കെ കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഇന്റീരിയർ കണ്ടീഷൻ വണ്ടി കൊള്ളാം, ഒന്ന് കഴിവെടുത്താൽ മതി. വേറെ പെയിന്റിങ് വർക്കൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. എത്ര കൊടുക്കുക വണ്ടി? ഫൈനൽ 60 രൂപ കൊടുക്കുക. 60,000 രൂപ. 2008 വണ്ടിയാണ്. 28 രൂപ പേപ്പറുണ്ട്. 8 വണ്ടി 28 രൂപ. ഓട്ടോമാറ്റിക് അലോവീലുണ്ട്, സൺറൂഫ് ഉണ്ട്. സൺറൂഫ് വർക്കല്ല, അലോവീൽസ് ഉണ്ട്. ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. വാഷ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് വൃത്തിയാവും വണ്ടി. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ബോഡി ഈ കാണുന്ന ഒരു ഇഷ്യൂ ഉണ്ടോ? ചെറിയ ബോഡി എൻ്റെ ടൈലൊക്കെ പൊട്ടിയിട്ടുണ്ട്. വണ്ടി എടുത്ത് ചെറുതായിട്ടൊന്ന് പണിയേണ്ടി വരും അല്ലേ? ചെറിയ വർക്ക്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്ക വണ്ടി. ഓയിലടി കംപ്രഷൻ ഒന്നുമില്ല. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC ഇല്ല, AC നോക്കണം. AC നോക്കണം, പവർ വിൻഡോ നോക്കണം, സൺറൂഫ് നോക്കണം. ഈ 3 കാര്യം മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. സൺറൂഫ് ഉണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല. നമ്മളൊരു കാര്യം നോക്കിയിട്ട് കണ്ടിൽ കിടക്കണം. ഒരു ആവറേജ് എന്താ പറയുക, ഒരു മീഡിയം കണ്ടീഷൻ. പക്ഷേ ഓട്ടോമാറ്റിക് പക്ക വർക്കിംഗ് ആണ്. ഗിയർ ലാഗിങ് ഇല്ല, ഓട്ട് ചെയ്യാൻ കൊള്ളാം, അടിപിടി ഇല്ല, ബാക്കി കാര്യങ്ങൾ. ഈ പുറമേ കാണുന്ന ഇത് ഒരു 10-12 രൂപ 15 രൂപയ്ക്കകത്തുള്ള ഒരു വർക്കുണ്ട്. അത് ചെയ്തെടുക്കണം. ആ വിലയ്ക്ക് കൊടുക്കാം. 75,000 രൂപ കൊടുക്കാം. 75,000 രൂപ ലോറ സ്ക്രാപ്പ് വിലയാണ് കേട്ടോ. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. സ്ക്രാപ്പിന് എടുക്കണം. ഓട്ടത്തിന് വേറെ വിഷയം പക്ക ഓട്ടത്തിന് അതൊക്കെ വിത്ത് ഗ്യാരണ്ടി കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ ഗിയർ ലാഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ക സ്റ്റാർട്ടിംഗ് ആണ്, വേറെ ഒരു കുഴപ്പമില്ല. മെക്കാനിക്കൽ ഓക്കെയാണ്. ഇതിൽ വരാൻ ഇലക്ട്രിക് പരമായിട്ടുള്ള സൺറൂഫ് മെയിൻ ആയിട്ടുള്ള വിഷയം. അത് വർക്കിംഗ് ആണ്, അത് എന്തിനാണെന്ന് നോക്കണം. പവർ വിൻഡോയുടെ കേസ് നോക്കണം. എയർ ബാഗിൻ്റെ കവർ, സ്റ്റിയറിംഗ് കവറിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്, അത് മാറ്റി സെറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. എല്ലാം സ്ക്രാപ്പിംഗ് സാധനങ്ങൾ മാറ്റിയിട്ട് ആർക്കെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് കുറഞ്ഞ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഈ ഓട്ടോമാറ്റിക് തന്നെ കുറഞ്ഞ പൈസ വേണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് നല്ല വണ്ടിയാണ്. കുഴപ്പമില്ല. അവർക്ക് അത്യാവശ്യം ഓടാൻ പറ്റിയ നല്ല വണ്ടി. ഓട്ടിക്കാനൊന്നും വേറെ ഒരു വിഷയമില്ല. അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2007 വണ്ടിയാട്ടോ. 2027 വരെ പേപ്പറുണ്ട്. പെട്രോൾ ആണ്. ബോഡിയിൽ ചെറിയ പെയിന്റിംഗ് വർക്ക് ഉണ്ട്, ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്, പേപ്പർ എല്ലാം കറണ്ടാണ്. ഓട്ടിക്കാൻ വേറെ അടിയും പിടിയും കാര്യങ്ങളൊന്നും. ചെറിയ രീതിയിൽ പെയിന്റിംഗ് വർക്ക് ചെയ്യണം. LX AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. വൃത്തിയാക്കിടുന്നതല്ല. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. സ്വിഫ്റ്റ് LXi എത്ര കൊടുക്കാം നമുക്ക്? ഫൈനൽ 85 രൂപ കൊടുക്കാം. ലാസ്റ്റ് വിലയാണ് കേട്ടോ. 85 രൂപ കൊടുക്കാം. ആരെങ്കിലും 5 രൂപ പെയിന്റിംഗ് വർക്ക് എടുത്താലും ഉപയോഗമുള്ളൂ. 2007 വണ്ടിയാണ്. 27 വരെ പേപ്പറുണ്ട്. 5, 6 ഒന്നും അല്ല. അപ്പോൾ അടുത്ത വണ്ടി ഫിയറ്റ് ലീനിയ 2012 സെപ്റ്റംബർ വണ്ടിയാണ് കേട്ടോ. 2012 സെപ്റ്റംബർ വണ്ടിയാണ്. 27 പേപ്പറുണ്ട്. 3ാമത്തെ ഓണർഷിപ്പ്. 60,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇതുവരെ. ടയർ കണ്ടീഷൻ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ടയർ കണ്ടീഷൻ കുഴപ്പമില്ലല്ലേ? വണ്ടി ബാക്കിയെല്ലാം ഓക്കെയാണ്. നിലവിൽ വേറെ ഒരു പ്രശ്നമില്ല. AC ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. AC ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം. ടോപ്പ് ചെയ്യണം. ടോപ്പ് ചെയ്ത് കൊടുക്കണം. കൂളിംഗ് ആണ്, വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇമോഷൻ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി. ഓക്കെ.
ഇന്റീരിയർ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്, എല്ലാം വർക്കിംഗ്, ഇൻബിൽഡ് സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോളിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. പക്ക പെട്രോൾ വണ്ടിയാണ്. 2012 വണ്ടി, അതും 2012 പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി 2012, 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ യാതൊരു കംപ്ലൈൻറ്റ് ഇതിൽ കാണാൻ വഴിയില്ല. പെട്രോൾ ആയതുകൊണ്ട് വേറെ ഒന്നും. നമുക്കൊരു ഫൈനൽ 1 രൂപയ്ക്ക് കൊടുക്കുക. 1 രൂപ. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. ഇത് 2006 വണ്ടിയാണ്. എല്ലാം VXI. ഓ 26 പേപ്പർ ഉണ്ടോ? 26 രൂപ പേപ്പർ ഉണ്ട്. ആകെ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റി, ഓടിക്കാനൊക്കെ നന്നായിരിക്കുന്നു. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് 5ാമത്തെ 4ാമത്തെ എത്തുന്നുണ്ടോ? വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വണ്ടി ഫ്രണ്ടിൽ കുഴപ്പമില്ല, ബാക്ക് ഒരു മീഡിയം ഓടാനുള്ള ഇതേ ഉള്ളൂ. രണ്ട് പുതിയ ടയർ അടപ്പുണ്ട്. ഫ്രണ്ടിൽ കുഴപ്പമില്ല. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. വണ്ടി നല്ല വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി. എടുക്കണം അല്ലേ? വൃത്തിയാക്കി എടുക്കണം. അകം ഇന്റീരിയർ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ജസ്റ്റ് എല്ലാം വൃത്തിയാക്കി എടുക്കുക. AC പവർ സ്റ്റിയറിംഗ്, പവർ ഉണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എത്ര കൊടുക്കുക ഈ വണ്ടി? ഇത് നമുക്കൊരു ഫൈനൽ ഒരു 1.5 കൊടുക്കാം. 1,50,000 കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി ടാറ്റ ആര്യ. 2013 വണ്ടിയാണ് കേട്ടോ. 2013 വണ്ടി, 2ാമത്തെ ഓണർ, 1,20,000 കിലോമീറ്റർ. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. നിലവിൽ വേറെ ഒരു പ്രശ്നവുമില്ല. ഈ പറഞ്ഞ പെയിന്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, ചെറിയ ടച്ചും പോളിഷ്. അത് എല്ലാ വണ്ടിയിലും നമ്മൾ കഴിവ് ഒന്നും പെയിന്റിങ് വർക്ക് ഒന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. എടുത്തുകൊണ്ട് അങ്ങനെ കൊടുക്കുള്ളൂ അല്ലേ? ഈ കണ്ടീഷനിൽ നമുക്ക് അതാണ് ലാഭം. കൊണ്ട് വർഷാപ്പിട്ട് അവിടെ കിടന്ന്. ഓക്കെ. ടാറ്റ ആര്യ 7 സീറ്റർ വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എല്ലാം പക്ക. എഞ്ചിനെല്ലാം പക്കയാണ്. AC എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാം വർക്കിംഗ്, AC വർക്കിംഗ് ആണ് എല്ലാം. ഇതാണ് ഇന്റീരിയർ കണ്ടീഷൻ. എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ഇത് വേറെ വിഷയങ്ങളൊന്നുമില്ല, വേറെ ഒരു പ്രശ്നമില്ല. ഓക്കെ. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വണ്ടി നല്ല ക്വാളിറ്റി, ഓടിക്കാൻ എല്ലാം അടിപൊളി. ഞാൻ ഇതിലാണ് വന്നത്. നല്ല ഹൈ ക്വാളിറ്റി. പിന്നെ ഓടിക്കാനും കൊള്ളാം. എന്ത് യാത്ര സുഖമൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നോവയെക്കാളും കൊള്ളാം. നല്ല വണ്ടി. നമുക്കൊരു 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5 രൂപയ്ക്ക്. 1.5 രൂപയ്ക്ക്. സ്വിഫ്റ്റ് 2007 വണ്ടിയാണ്. 27 രൂപ പേപ്പർ ഉണ്ട്. ടാക്സ് പുതിയത് എടുത്തിട്ടുണ്ട്. 27 പേപ്പർ ഉണ്ട്. ടാക്സ് പുതിയ എടുത്തിട്ടുണ്ട്. ചെറിയ പെയിന്റ് പറഞ്ഞു, ചെറിയ പെയിന്റ് മതി. വലുതായിട്ടുള്ള എല്ലാം ചെറുതായിട്ട് ടച്ചത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഇത് നമ്മൾ ഹൈ ക്വാളിറ്റി ആക്കി കൊടുക്കാനുള്ള രീതികളൊന്നും ഇല്ല. അതാണ് ചെയ്യാത്ത. കണ്ടീഷനാണ് പറയുന്നത്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. പിന്നെ ചെറിയ പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ടച്ചാണ് പോളിഷ് ചെയ്യണം. ഇന്റീരിയർ ഈ കാണുന്ന ക്വാളിറ്റിയാണ്. ഇത് AC-യും 2 ഡോർ പവറിന്റെ ചെയ്തിട്ടുണ്ടല്ലേ? AC-യും 2 ഡോർ പവറിന്റെ ഒക്കെ എല്ലാം വർക്കിംഗ് ആണല്ലോ. AC കമ്പനി പറഞ്ഞതാ 2 ഡോർ പവറിന്റെ. AC-യും AC വർക്കിംഗ് ആണല്ലോ. AC വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് എല്ലാം ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. 90 രൂപയ്ക്ക് കൊടുക്കാം. 90,000. ഓ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10 രൂപ മുടക്കിയാലും 1 രൂപ വില ആവണേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിലവിലൊന്നും കാണാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 രൂപ മുടക്കിയാലും 1 രൂപ വില ആവണേ. പിന്നെയും ബാക്കി വിൽക്കാൻ കിടക്കുകയാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം കറണ്ടാവും. അപ്പോൾ അടുത്ത വണ്ടി 2008 വണ്ടി XS4. വണ്ടി കണ്ടീഷൻ പെട്രോൾ വണ്ടി കണ്ടീഷനാണ്. ഈ ലോക്ക് മാറി കൊടുക്കണം. അലൈസ് ഉണ്ട്. ഈ ലോക്ക് കംപ്ലൈൻ്റ് ആണ്. ഇത് മാറി കൊടുക്കണം. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. അതുകൊണ്ടൊന്ന് റെഡി ആക്കണം. അതിനുള്ള പോരായ്മ ഈ ഒരു ഡെൻ്റ്. ഓക്കെ. ബാക്കിൽ ഡെൻ്റ് ഉണ്ട് കേട്ടോ. ബമ്പറിൻ്റെ അടുത്ത് ഡെൻ്റ് ഉണ്ട്. അത് ക്ലിയർ ആക്കണം. പിന്നെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ടോപ്പിൻ്റെ ZX ചെയ്യാം കേട്ടോ. ZX ചെയ്യാം. ടയർ കണ്ടീഷൻ ആവറേജേ ഉള്ളൂ. അലോയ്സ് ഒക്കെ ഉണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. ഓർഡർ പവറിൻ്റെ കാര്യങ്ങൾ വരുന്നത് എല്ലാം വർക്കിംഗ് ആണ്. പറയുന്നില്ല എല്ലാം വർക്കിംഗ്. AC വരെ വർക്കിംഗ്. ചെറിയ അടിയും പിടിയുണ്ട്. ചെറുതായിട്ട് ബാലൻസ് ഫ്രണ്ട് പുഷ്പന്തര മാറി കൊടുക്കണം. വണ്ടി ഫൈനൽ നമുക്കൊരു 75 രൂപ കൊടുക്കാം. 75,000 രൂപ കൊടുക്കാം. ഇത് കംപ്ലൈൻറ്റ് ഇതെല്ലാം ചെയ്തെടുത്തോളാം. 75,000 ലാസ്റ്റ് കാണുന്ന കണ്ടീഷൻ. അതിന്റെ ഫ്രണ്ട് ചെറിയ അടിയും പിടിയുണ്ട്. ബുഷ് മാറി കൊടുക്കണം. ഇതൊന്നും റെഡി ചെയ്യാൻ ഇതെല്ലാം ചെറിയ പൈസ വരും. 5,000 ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാം. AC എല്ലാം വർക്കിംഗ്. AC നല്ല കൂളിംഗ്. ഓ ടോൾട്ടോ LXI 2004 വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് ആട്ടോ. 29 എന്തോ പേപ്പർ ഉണ്ട്. 2004 വണ്ടി അല്ലേ? 28-29 എന്തോ പേപ്പർ ഉണ്ട്. അലൈ വീൽസ് ഉണ്ട്. ബാക്ക് വൈപ്പർ ചെയ്തിട്ടുണ്ട്. വൈപ്പർ ചെയ്തതാണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. ബോഡി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് വീല് മാറിയിട്ടുണ്ട്. എല്ലാം വണ്ടി കൊള്ളാം. AC ഒക്കെ വർക്കിംഗ് ആണോ? AC പവർസിന് എല്ലാം വർക്കിംഗ്. ഓക്കെ. 2004 വണ്ടി 29 പേപ്പർ ഉണ്ടോ? അപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ ഒരു 75 രൂപ കൊടുക്കാം. 75,000 രൂപ. ഓ അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ LXI. ഓൾട്ടോ LXI 2012 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി. 12 വണ്ടി സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,00,000 ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണോ? AC എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. എന്തെങ്കിലും അടിയും പിടിയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ചെറിയ അടിപിടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആസിഡീസ് കണ്ടീഷനാണ് പറയുന്നത്. അതെ അതെ. ഇങ്ങനെയാണ് വില പറഞ്ഞത് 2012 വണ്ടി. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 1.15 കൊടുക്കാം. 1.15. 2007 വാഗണർ LXI. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ.
വണ്ടി കൊള്ളാം, വണ്ടി വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 2007 വണ്ടി അല്ലേ? 2007 ചെറിയ തുരുമ്പുകളാണ് കണ്ടത്, ഇതേപോലത്തെ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ പാച്ച് ചെറിയ രീതിയിലുള്ള ടയർ കുഴപ്പമില്ല, ടയർ കൊള്ളാം. ബാക്കിലും ഈ പറഞ്ഞ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. വണ്ടി 27 പേപ്പർ ഉണ്ടല്ലോ. 27 പേപ്പർ. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ കേട്ടോ. കിലോമീറ്റർ 1,00,000 നോക്കിയാൽ മതി. സീറ്റോറൊക്കെ ആവറേജ് ആണ്, ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. അപ്പോൾ വാഗണാർ എത്ര കൊടുക്കാം നമുക്ക്? ഫൈനൽ ഒരു 85 രൂപ കൊടുക്കാം. 85,000 രൂപ. വൈൻഡപ്പിയാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം, നെടുമങ്ങാട്, പനമ്പൂരാണ്. അപ്പോൾ നിങ്ങൾ വണ്ടികൾ കാണാൻ എല്ലാം വില കുറഞ്ഞ വണ്ടികളാണ്. അപ്പം ചെറിയ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിച്ചെടുക്കുക, പുള്ളി പറയുന്നതുകൊണ്ട്. പാസേജ് കണ്ടീഷനാണ് പുള്ളി പറയുന്നത്. അപ്പം വണ്ടിയൊക്കെ നോക്കി ചെക്ക് ചെയ്ത് എടുക്കുക, പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.